അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഇന്ന് നമുക്ക് പറയാനുള്ളത് ബാബു നൂനി തൗക്കീദ്. ബാബു നൂനി തൗക്കീദ്, തൗക്കീദിൻ്റെ നൂനിനെ പറ്റി പറയുന്ന ബാബ്. വനൂനു തൗക്കീദ് നൗആനി, തഅക്കീദിൻ്റെ നൂനുകൾ രണ്ടിനമുണ്ട്. രണ്ട് തരം നൂനുകളാണ് തഅക്കീദിന് വേണ്ടി സാധാരണ ഫഇലിൽ ഉപയോഗിക്കാറുള്ളത്. മുഖഫഫത്തും വ മുസഖല, ഒന്ന് ഖഫീഫയാണ്, രണ്ട് സഖീലയുമാണ്. മുഖഫഫ് എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കപ്പെട്ടത്, മുസഖൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക സഖീലയാക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഭാരം കൂട്ടിയത്, കനക്കപ്പെട്ടത് എന്നൊക്കെ അർത്ഥം കേട്ടോ. ഏതായാലും ഖഫീഫ സഖീല എന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇനി ഫൽ മുസക്കലു, അങ്ങനെ സഖീലയുടെ നൂന് എന്ന് പറഞ്ഞാൽ അത് നൂനാനി, അത് രണ്ട് നൂനുകളാണ്. ഇഹ്ദാഹുമ, അതിൽ ഒന്നാമത്തെ നൂന് സാക്കിനത്തുൻ, സുക്കൂനുള്ളതായിരിക്കും. ഓക്കെ. വല്ലുഖറ, അതിൽ രണ്ടാമത്തെ നൂനോ മുതഹരിക്കത്തുൻ, അത് ഹറക്കത്തുടയതുമായിരിക്കും. പിന്നെ ഉദ്ഗമത് ഫി മുതഹരിക്കത്തിൻ, മുതഹരിക്കത്തായ ഈ നൂനിൽ ഇദ്ഗാം ചെയ്യപ്പെടുകയും ചെയ്യും. ഉദ്ഗമത് ഫി മുതഹരിക്കത്തിൻ, മുതഹരിക്കത്തായ നൂനിൽ ഇദ്ഗാം ചെയ്യപ്പെട്ടിരിക്കുകയും ചെയ്യും. അങ്ങനത്തതിനേക്കാണ് സഖീലയുടെ നൂന് എന്ന് പറയാം. രണ്ട് നൂനുകൾ, ഒരു നൂനിൽ മുതഹരിക്കത്തായ നൂന്, സഖീലയുടെ നൂന് ഇദ്ഗാം ചെയ്യുക. ഓക്കെ. നഹ്വ ഖൗലിക, നിൻ്റെ വാക്ക് പോലെയാണ് അതിൻ്റെ ഉദാഹരണം. ഇൽദിരിബന്ന വഹിയ തദ്ഖുലു ഫിൽ, ഏതുപോലെ ഇൽദിരിബന്ന, തീർച്ചയായും നീ അടിക്കൂ എന്ന അമ്രിൻ്റെ ഒരു സഖീല കടന്നതാണ് കേട്ടോ. വഹിയ തദ്ഖുലു, ഈ ഖഫീഫ സഖീ വഹിയ തദ്ഖുലു ഫിൽ അഫ്ആലിൽ മുസ്തഖ്ബിലത്തി വൽ അംരി വൻ നഹി വൽ ഇസ്തിഫ്ഹാമി. വഹിയ, ഈ എന്ത് സഖീലയായ നൂന്, അത് തദ്ഖുലു, അത് പ്രവേശിക്കുന്നതാണ് ഫിൽ അഫ്ആലിൽ മുസ്തഖ്ബില. അഫ്ആൽ മുസ്തഖ്ബില എന്ന് പറഞ്ഞാൽ ഫീൽ മുളാരിയിൽ, അതുപോലെ തന്നെ വൽ അംരി, അമ്രിലും, വൻ നഹി, നഹിയിലും, വൽ ഇസ്തിഫ്ഹാമി, ഇസ്തിഫ്ഹാമിലും, വദ്ദുആഇ, ദുആയിലും, വൻ നഫി, നഫിയിലും, വൽ ഖസമി, ഖസമിലും, വശർത്തി, ഷർത്തിലും. തഖൂലു ലിൽ വാഹിദി, വഹദാനിക്ക് വേണ്ടി നീ പറയും ഇൽദിരിബന്ന സൈദൻ, നീ സൈദിനെ അടിക്കുക തന്നെ ചെയ്യണം എന്നർത്ഥം. അമ്ര് ബി ഫത്ഹിൽ ബാഇ, ബായിനിക്ക് ഫത്ഹ് ചെയ്തുകൊണ്ട്. എന്തുകൊണ്ടാണ് ബായിന് ഫത്ഹ് ചെയ്യുന്നത്? ലി സുക്കൂനിഹ, ആ ബാ സുക്കൂനാണ്. വ സുക്കൂനിൻ നൂനി ബഅദഹ, അതിൻ്റെ ശേഷമുള്ള നൂനും. ഇൽദിരിബ് എന്നായിരിക്കും അല്ലേ, നമ്മളതിനെ ഇത് സർഫിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ അസിൽ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇൽദിരിബ് അല്ലേ, ഇൽദിരിബ് എന്നാണ്. അപ്പോൾ ആ ബാ എന്തായിരിക്കും? സുക്കൂനായിരിക്കും. അതുപോലെ അതിൻ്റെ ശേഷമുള്ള നൂനും എന്താണ്? സുക്കൂനാണ്. സുക്കൂനിൻ നൂനി ബഅദഹ, അതിൻ്റെ ശേഷമുള്ള നൂനും. അപ്പോൾ ബ് എന്നും ന് എന്നായിരിക്കും ഉണ്ടാവുക. അതിനെ എന്താക്കി പറയുമ്പോൾ അതിനെ അസിലേക്ക് ചേർത്ത് പറയും ഇൽദിരിബ് ന അല്ലേ, ഇൽദിരിബ് ന എന്നല്ലേ. അപ്പോൾ എന്ത് പറയാം, അതിൽ സുക്കൂനിഹ, അത് സുക്കൂനായതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ബ് എന്നുള്ളത് അത് ബ് എന്നായിരുന്നു. അപ്പോൾ സുക്കൂനിൻ നൂനി, അതിന് ശേഷമുള്ള ബ് ന് എന്നുള്ളതും സുക്കൂനായിരുന്നു. ഇത് രണ്ടും എന്ത് ഇൽത്തിഖാ സാക്കിന ആയതിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്? ബായിനിക്ക് ഫതഹ് കൊടുത്തത്. എന്ത്? വഹദാനായപ്പോൾ. ഇനി തഖൂലുൽ ഇസ്നൈനി, അത് തസ്നിയക്ക് വേണ്ടി നീ പറയും. തസ്നിയ എന്താണ്? വഹദാൻ കഴിഞ്ഞ അടുത്തുണ്ടല്ലോ, രണ്ട് എന്നർത്ഥം കിട്ടുള്ളൂ. അതാണ് ഇസ്നൈനിക്ക് വേണ്ടി പറയും. ഇൽദിരിബാനി എന്ന് പറയും. ഇൽദിരിബാനി, നിങ്ങൾ രണ്ട് പേരെന്ത് ചെയ്യണം? അടിക്കണം എന്നർത്ഥം. വലാ തുഹ്ദഫുൽ അലിഫ് സാക്കിനതു, ഇവിടുത്തെ അലിഫിനെ കളയുകയില്ല, കളയപ്പെടുകയില്ല. വലാ തുഹ്ദഫുൽ അലിഫ് സാക്കിന അല്ലതി ബഅദഹ നൂനു സാക്കിന, അതിൻ്റെ ശേഷം എന്താണ്? നൂനു സാക്കിനാണുള്ളത്. ഇൽദിരിബാന് എന്നല്ല ഉള്ളത്. പക്ഷേ എന്ത് ചെയ്യും? അങ്ങനെ അലിഫും ഇവിടെ സുക്കൂനാണ്, അതിൻ്റെ ശേഷമുള്ള നൂനും സുക്കൂനാണ്. എന്നാലും എന്ത് ചെയ്യുകയില്ല? ഇവിടുത്തെ അലിഫിനെ കളയുകയില്ല. അതിന് കാരണമുണ്ട്. കാരണം എന്താണ്? ലി അല്ലാ യൽതബിസ തസ്നിയതു ബിൽ വാഹിദി, അങ്ങനെ അത് കളഞ്ഞു പോയാൽ, ഈ അലിഫിനെ കളഞ്ഞു പോയാൽ പിന്നെ അത് വഹദാനിനെ പോലെ തന്നെയാവും. ലി അല്ലാ യൽതബിസ, സംശയമാവാതിരിക്കാൻ, ഇൽത്തിബാസ് ഉണ്ടാവുമെന്ന് പറയല്ലോ, സംശയമില്ലാതിരിക്കാൻ വേണ്ടി. എന്ത് തമ്മിൽ? അത്തസ്നിയ, തസ്നിയത്തിനെ
ബിൽ വാഹിദി വഹദാന് കൊണ്ട്. അപ്പോൾ തസ്നിയത്തും വഹദാനും പരസ്പരം മാറാതിരിക്കാൻ വേണ്ടിയാണ് തസ്നിയയിൽ അലിഫിനെ കളയാതിരിക്കുന്നത്. ഒത്തക്കുലിൽ ജംഇൽ നീ പറയും ഇൽരി ബുന്ന, ഇൽരി ബുന്ന എന്ന് പറയും. ഓക്കെ, വഹദാനിൽ എങ്ങനെയായിരുന്നു ഇൽരി ബന്ന, തസ്നിയായപ്പോൾ ഇൽരി ബാനി, ജംഇലോ ഇൽരി ബുന്ന. ഓക്കെ, ഫതുഹുദഫു വാവുൽ ജമി, ഇവിടുത്തെ വാവുൽ ജമ്മിനെ കളയും. ഓക്കെ, ഇവിടുത്തെ വാവൽ ജമ്മിനെ കളയും. കാരണം എന്താണ്? ലി സുക്കൂനിഹ, അത് സുക്കൂനായതിന് വേണ്ടി. ഇൽരി ബൂ ന എന്നായിരുന്നല്ലേ. അപ്പോൾ ലി സുക്കൂനി, ആ വാവ് സുക്കൂനാണല്ലോ. ഓ സുക്കൂനി നൂനി ബാദ, അതിൻ്റെ ശേഷമുള്ള ഒന്നാമത്തെ നൂന് അതും സുക്കൂനാണ്. അപ്പോൾ ഇൽരി ബൂ ന എന്നല്ലേ. അപ്പോൾ സുക്കൂൻ, അതിന് ശേഷമുള്ള നൂനും സുക്കൂനായതിന് വേണ്ടി, ആ വാവും സുക്കൂനായതിന് വേണ്ടി ആ വാവുൽ ജമ്മിനെ അവിടെ കളയപ്പെടുന്നു. ഓ തഖൂലുൽ മുഅന്നസ്, ഇനി മുഅന്നസിനിക്ക് നീ പറയും ഇൽരി ബിന്ന എന്ന് പറയും. അവിടെയും ഒത്തുഹുദഫുൽ യാഉ, അവിടെയും യാഇനെ കളഞ്ഞു പോകുന്നു. മിൻ ഇൽരി ബി എന്നായിരുന്നു, അതിലേക്ക് സെക്കയിലയുടെ നൂന് കളന്നാണ് എന്ത് ഇൽരി ബീന എന്നായിരുന്നല്ലോ അല്ലേ. ലി സുക്കൂനിഹ, യാ സുക്കൂനായതിന് വേണ്ടി. അതുപോലെ തന്നെ വ സുക്കൂനിൻ നൂനി ബാദഹ, അതിൻ്റെ ശേഷമുള്ള നൂനും സുക്കൂനായതിന് വേണ്ടി. അപ്പോൾ ഇൽരി ബീന എന്നായിരുന്നു. അപ്പോൾ യാവും സുക്കൂനായതിന് ശേഷമുള്ള നൂനും സുക്കൂനായതിന് വേണ്ടി എന്ത് കളഞ്ഞു? ആ യാഇനെ കളഞ്ഞു, എന്നിട്ട് കസർ കൊടുത്തു അല്ലേ. ഒക്കെ നിങ്ങൾ അസലിയായിട്ട് സർഫിൽ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ഇതിൻ്റെ നിയമമായിട്ട് മനസ്സിലാക്കി വെക്കുക. വലിൽ ഇത്നൈനി, ഇനി എന്ത് മുഅന്നസ് തന്നെ ഇത്നൈനി ആണെങ്കിൽ അതിനെന്ത് പറയും? ഇൽരി ബാനി എന്ന് പറയും. അതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവിടെ അലിഫിനെ കളയൂല, കാരണം സംശയമാവാതിരിക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ വലിൽ ജമാഅത്തി, ജമ്മു മുഅന്നസ് ആണെങ്കിലോ ഇൽരിബ് നാന്നി, ഇൽരിബ് നാന്നി. ഓക്കെ, ഇവിടെ ഫതദ്ഖുലു ഹാദിഹിൽ അലിഫ്, ഇവിടുത്തെ ഈ അലിഫ് ഇവിടെ പ്രവേശിച്ചിരിക്കുന്നു. ലി തഫ്സീലി ബൈനൻ നൂനാറ്റ്, നൂനുകൾക്കിടയിൽ ഫസ്ൽ ചെയ്യാൻ വേണ്ടി. ഇതില്ല എന്നുണ്ടെങ്കിൽ ഇൽരി ബ് പ്രയാസമാവും. അപ്പം തെക്കലയുടെ നൂനും ഇൽരിബിന എന്നുള്ള നൂനും തമ്മിൽ തഫ്സീൽ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടുത്തെ അലിഫ് വന്നത്. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കട്ടോ. ഖഫീഫായ നൂന്, തെക്കിലായ നൂന് എന്നിവയുണ്ട്. ഇവകൾ മുസ്തഖ്ബില, ഫിൽ മുസ്തഖ്ബിൽ, അതുപോലെ തന്നെ അമ്രി, നഹി, ഇസ്തിഫാമ്, ദുആ, നഫി, ഖസം, ഷർത്ത് ഇവകളിലേക്കാണ് വരിക. പിന്നെ അത് ഓരോന്നിന് വരുമ്പോൾ ഓരോരോ നിയമങ്ങളുണ്ട്. അത് അമ്ര മാത്രം നമ്മൾ എടുക്കുക. അപ്പോൾ ഇൽരിബ് എന്നായിരുന്നു, അതിലെന്ത് ചെയ്തു? തെക്കലയുടെ നൂന് കടത്തുമ്പോൾ ഇൽരിബ് ന എന്നൊക്കെയാണ്. തെക്കലയുടെ നൂന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് നൂനുകളുണ്ടാവും. ഒരു നൂനിനെ മുത്തഹരിക്കത്തായ നൂനിൽ ഇതാം ചെയ്യലാണ്. അപ്പോൾ ആദ്യത്തെ സാക്കിനായ നൂനായിരിക്കും. അപ്പോൾ ഇവിടെ ഇൽരി ബന്ന എന്നല്ലേ, അവിടെ നോക്കുക, അവിടെ ഇൽരിബ് എന്നാണ്. അപ്പോൾ ഇൽരിബ് ന എന്നായിരിക്കും അതിനെ നമ്മൾ പറയുമ്പോൾ. അപ്പോൾ ഇൽരിബ് ന എന്ന്, ഇൽരിബ് ന അല്ലേ. അപ്പോൾ ആ ന എന്നുള്ളത് ന് പ്ലസ് ന എന്നുള്ളതാണ് ന. അപ്പോൾ ഇവിടെ ഇൽരിബ് എന്നുള്ളത് സുക്കൂനാണ്. അതുപോലെ തന്നെ ന് ന എന്നുള്ളത്, അതിൽ ഒന്നാമത്തെ നൂനും എന്താണ്? സുക്കൂനാണ്. അങ്ങനെ ഈ രണ്ടും സുക്കൂനായി വന്നു. ഓക്കെ, രണ്ട് സുക്കൂനായി വന്നപ്പോൾ ഈ ബാവും സുക്കൂനായി, അതുപോലെ തന്നെ അതിൻ്റെ ശേഷമുള്ള നൂന രണ്ടും സുക്കൂനായത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? ഇൽരി ബ എന്ന് ഫതഹ് കൊടുത്ത് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ ഇനി നേരെ എന്ത് തസ്നിയ നോക്കുക. തസ്നിയയിൽ അതുപോലെ തന്നെ ഇൽരി ബാ എന്നല്ല, ഇൽരി ബാ എന്നാണ്. അതിലേക്ക് സെക്കലയുടെ നൂനെ കടത്തി. അപ്പോൾ ഇൽരി ബാനി എന്നായി. അപ്പോൾ ഇവിടുത്തെ അസൽ എന്താണ്? ഇൽരി ബാ ന എന്നല്ലേ. അപ്പോൾ ഇവിടെ അതിന് അസൽ പറയുമ്പോൾ ആദ്യത്തെ ഒരു സുക്കൂനായ നൂനുണ്ട്, പിന്നെ അലിഫുണ്ട്. അപ്പോൾ ഇത് രണ്ടും സുക്കൂനല്ലേ. പക്ഷെ അങ്ങനെ കളയില്ല. കളയാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ കളയാതിരിക്കുന്നത്, അങ്ങനെ കളഞ്ഞാൽ പിന്നെ അത് വഹദാനാണെന്ന് തോന്നും, അഥവാ സംശയം ഉണ്ടാവുമെന്നർത്ഥം. ഇവിടെ അലിഫ് സാക്കിനെ കളയില്ല. ശേഷം സാക്കിനായ നൂനുണ്ടായിരിക്കുക, അല്ലത്തി ബാദഹ നൂനും സാക്കിനത്തായ നൂനുണ്ടായിരിക്കെയുള്ള ഈ അലിഫിനെ അലിഫിനെ കളയപ്പെടുകയില്ല. കാരണം ലി അല്ലായൽ തസ്നിയത്ത് ബിൽ വാഹിദി, വഹദാനും തസ്നിയയും തമ്മിൽ ഇൽത്തിബാസ് ഇല്ലാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ജമ്മിൻ്റെ അവസരത്തിൽ ഇൽരി ബുന്ന എന്നാണ്. അതിൻ്റെ അസൽ നോക്കുക, ഇൽരി ബൂ എന്നായിരുന്നു. ഇൽരി ബൂ എന്നല്ലേ. ഇവിടെ അവിടുത്തെ വാവിനെ കളയും, എന്നിട്ട് ബായിനിക്ക് ലൊമ്മും കൊടുക്കും. ഓക്കെ,
ഇവിടുത്തെ വാവിനെ കളയുന്നത് എന്തുകൊണ്ടാണ്? ആ വാവ് സുക്കൂനാണ്, അതിൻ്റെ ശേഷമുള്ള നൂനും സുക്കൂനാണ്. അപ്പോൾ നിയമം എന്താണ്? രണ്ട് ഇൽത്തികാസാക്കി വന്നാൽ കളയുക എന്നുള്ളതാണല്ലോ. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ പറയാം. എന്നാൽ അതിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ ഉണ്ട്. അങ്ങനെ രണ്ട് സുക്കൂന് വന്നാലും കളയാത്ത ഇതുപോലെ ദിരിബാനി തസ്നിയൽ കളയുന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ ഉണ്ടാവും. അപ്പോൾ വാവുൽ ജമ്മ് ഇവിടെ കളഞ്ഞത് എന്തിനാണ്? ആ വാവുൽ ജമ്മ് സുക്കൂനാണ്, അതിന് ശേഷമുള്ള നൂനും സുക്കൂന അതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് എന്തിലും ഇൽദിരിബി എന്നല്ലേ അമ്രനിക്ക് മുഅന്നസിനിക്ക് പറയാൻ വരുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഇൽദിരിബിന്ന എന്ന് പറയും. ഓക്കെ, അവിടെ കാരണം യാനെ കളഞ്ഞു പോലുള്ള കാരണം യാ സാക്കിനാണ്, ശേഷമുള്ള നൂന് അതും സാക്കിനാണ്. രണ്ട് സാക്കിന് വന്നുകൊണ്ട് യാനെ കളഞ്ഞിട്ട് അതിന് പകരമായിട്ട് ബായിനിക്ക് കസ്രത്ത് കൊടുക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇൽദിരിബാനി, പിന്നെ ഇൽദിരിബിനാനി. ഈ ഇൽദിരിബിനാനി എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇവിടെ ഇൽദിരിബിന എന്നുള്ളിടത്ത് പിന്നെ ന എന്ന് കിടക്കണം. അപ്പോൾ പിന്നെ ന എന്ന് പറയൽ പ്രയാസമായത് കൊണ്ട് അതിന് ആ രണ്ട് തെക്കീലയുടെയും നൂനിൻ്റെയും പിന്നെ ജമ്മു മുഅന്നസിൻ്റെ നൂനിൻ്റെ ഇടയിൽ ഒരു തഫ്സീൽ വേർപ്പെടുത്താൻ വേണ്ടിയാണ് ഈ അലിഫ് വന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി. ഇത്രയും ഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് നമുക്ക് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഇറാബ് തർക്കീബ് നമുക്ക് പെട്ടെന്ന് നോക്കി പോകണം. ബാബു നൂനി തൗക്കീദ് എന്നുള്ളത് ഹാദ, ബാബു നൂനി തൗക്കീദ്. ഹാദ എന്നുള്ളത് കളയപ്പെട്ട മുത്തായിൻ്റെ ഖബറായിട്ടാണ് ബാബു നൂനി തൗക്കീദ് എന്നുള്ളത്. നൂനി എന്നുള്ളത് മുലാഫിലേഹി, ആ തൗക്കീദ് എന്നുള്ളതിന് അതിൻ്റെ മുലാഫിലേഹി. നൂനി തൗക്കീദ് മുബത്തദ നൗആനി ഖബർ, ഖബർ മർഫൂ ബിൽ അലിഫ്, അങ്ങനെയൊക്കെ പറയണം കേട്ടോ. നൂനി തൗക്കീദ് എന്നുള്ള തൗക്കീദ് മുലാഫിലേഹി. പിന്നെ മുഖഫഫത്തുൻ മുസഖല എന്നുള്ളത് ഖബറും ഖബർ അല്ലെങ്കിൽ ബദലായിട്ടും പറയാം. ഫൽ മുസഖലത്തുള്ള മുബത്തദ, അതിൻ്റെ ഖബർ നൂനാനി. ഇഹ്ദാഹുമ എന്നുള്ള മുബത്തദ, അതിൻ്റെ ഖബർ സാക്കിനത്തുൻ. ഹുമ എന്നുള്ളത് മുലാഫിലൈ ആയിട്ട് കേട്ടോ. വൽ ഉഖറ എന്നുള്ള മുബത്തദ, അതിൻ്റെ ഖബർ മുതഹരിക്കത്തുൻ. പിന്നെ ദഗൈമത്ത് ഫി മുതഹരിക്കത്ത് എന്നുള്ളത് ഫെയില്, അതുപോലെ തന്നെ ലം യുസമ്മ ഫായില് ലമീർ നായിബ് ഫായില് ഫി മുതഹരിക്കത്ത് ജാറു മജ്റൂർ സിഫത്ത്. ഉദ്ഗൈമത്ത് എന്നുള്ളത് സിഫത്തായിട്ട് എനിക്ക് മുത്തഹരിക്കത്ത്, വൽ ഉഖറ മുത്തഹരിക്കത്ത് എന്നുള്ളതിന് സിഫത്തായിട്ട് വന്നത്. നഹ്വു എന്നുള്ള കളയപ്പെട്ടൊരു മിസാലുഹു എന്നുള്ളൊരു കളയപ്പെട്ട മുത്തയുടെ ഖബറാണ് നഹ്വു. കൗലിക്ക മുലാഫിലേഹി, ആ കൗലിൻ്റെ മഖൂലാണ് എന്ത്? ഇൽദിരി ബന്ന എന്നുള്ളത്. വഹിയ മുബത്തദ, അതിൻ്റെ ഖബർ തദ്ഖുലു ഫിൽ അഫ്ആൽ മുസ്തഖ്ബില എന്നുള്ള ജുംലയാണ്. തദ്ഖുലു എന്നുള്ളത് ഫീൽ ലമീർ ഫായില് ഫിൽ അഫ്ആലി ജാർ മജ്റൂർ സിഫത്തായിട്ട്. വൽ അംറി അത്ഫ്, നഹി അത്ഫ്, ഇസ്തിഫാം അത്ഫ്, ദുആ അത്ഫ്, നഫി അത്ഫ്, ഖസം അത്ഫ്, ഷർത്ത് അത്ഫായിട്ട്. ഓക്കെ. പിന്നെ തഖൂലു ഫീല് ലമീർ ഫായില് ലിൽ വാഹിദി ജാർ മജ്റൂർ സിഫത്തായി, വാഹിദിനിക്ക് വേണ്ടി നീ പറയുമെന്നർത്ഥം. അപ്പോൾ തഖൂൽ എന്നുള്ള ഫീൽ ലമീർ ഫായില് ഖാലിൻ്റെ മഖൂലാണ് ഇൽദിരിബന്ന സൈദൻ എന്നുള്ളത്. ഇൽദിരിബന്ന എന്നുള്ളതോ ഫീൽ അമ്ർ, അതുപോലെ തന്നെ തഖീലുടെ നൂന് കടന്നത്. സൈദൻ എന്നുള്ള മഫൂല്. ബി ഫത്ഹിൽ ബാഇ എന്നുള്ളത് ബി ഫത്ഹി ജാർ മജ്റൂർ ബാഇ മുലാഫിലൈ ലി സുക്കൂനിഹ എന്നുള്ളത് ലി സുക്കൂനിഹ ജാർ മജ്റൂർ ഹ മുലാഫിലൈഹി. ഓക്കെ. സുക്കൂനി നൂനി എന്നുള്ളത് അത്തഫായിട്ട് നൂനി മുലാഫിലൈഹി ബാദഹ എന്നുള്ളത് ദർഫ്. തഖൂലു ഫീൽ ലമീർ ഫായിലി ലിസ്നൈനി എന്നുള്ളത് ജാർ മജ്റൂർ സിഫത്തായിട്ട്. തഖൂൽ എന്നുള്ള കൗലിൻ്റെ മഖൂൽ ഏതാണ്? ഇൽദിരിബാനി എന്നുള്ളതാണ് കേട്ടോ. ഇൽദിരിബാനി എന്നുള്ള ഫീൽ അമ്രാണ്, തഖീലുടെ നൂന് കടന്നതാണ് എന്നുകൂടി പറയണം. വലാ തഹ്ദഫു ലാ അർഫ് നഫി, തഹ്ദഫു എന്നുള്ള ഫീൽ ലാമിസമ ഫായില്. വലാ തഹ്ദഫുൽ അലിഫ് സാക്കിനത്തു എന്നുള്ളത് നായിബ് ഫായിലായിട്ട്. അസാക്കിനത്തു സിഫത്ത്. അല്ലത്തി എന്നുള്ളത് മൗസൂല, ബാദഹ നൂന് സാക്കിനത്ത് എന്നുള്ള അതിൻ്റെ സിലയായിട്ട്. ബാദഹ എന്നുള്ളത് ജാറു ലർഫ് ഖബർ ബാദഹ എന്നുള്ളത് ലർഫായിട്ട്. നൂന് സാക്കിനത്തുൻ എന്നുള്ളത് നൂനുൻ സാക്കിനയായ നൂനുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് മുബത്തദ മുഅഖറ നൂനുൻ സാക്കിനത്തുൻ ബഅദഹ എന്നാണ് കേട്ടോ. ഓക്കെ. സാക്കിനത്ത് സിഫത്ത്. ലി അല്ല ലാമ തലീൽ അല്ല എന്നുള്ളത് നഫീക്ക് വന്നത്. പിന്നെ അതുപോലെ തന്നെ എൽ തബിസ എന്നുള്ള ഫീൽ മുലാരി. തസ്നിയത്ത് എന്നുള്ള എൽ തബിസിൻ്റെ ഫായില് ബിൽ വാഹിദി ജാർ മജ്റൂർ താലിക്ക് എൽ തബിസിനോട്. ഓക്കെ. അപ്പോൾ തഖൂലു ഫീൽ ലമീർ ഫായില് ലിൽ ജമ്മി ജാർ മജ്റൂർ. പിന്നെ തഖൂലിൻ്റെ മഖൂൽ ഏതാണ്? ഖൗലിൻ്റെ മഖൂൽ ഇൽദിരിബുന്ന എന്നുള്ളത്. ഇൽദിരിബുന്ന ഫീല് അമ്ർ ലിൽ ജമാഅത്ത്, അതുപോലെ തന്നെ തഖീലുടെ നൂന് കടന്ന്, അങ്ങനെയൊക്കെ പറയണം. തുഹ്ദഫു എന്നുള്ള ഫീൽ അംസമ ഫായില് വാവൽ ജമാഅത്തിൽ നായിബ് ഫായില് വാവൽ ജംഅ് എന്നുള്ള മുലാഫിലൈഹി ലി സുക്കൂനി ജാർ മജ്റൂർ ഹ മുലാഫിലൈഹി വ സുക്കൂനി നൂന് അത്ഫ് ബഅദഹ ദർഫ്. തഖൂലു ഫീൽ ലമീർ ഫായില് ലിൽ മുഅന്നസ് ജാർ മജ്റൂർ. തഖൂലിൻ്റെ ഖൗലിൻ്റെ മഖൂൽ ഇൽദിരിബന്ന എന്നുള്ളത്. തുഹ്ദഫു എന്നുള്ളത് ഫീൽ അംസമ ഫായില്. അൽ യാവു എന്നുള്ളത് നായിബ് ഫായില് മിൻ ഇൽദിരിബി ജാർ മജ്റൂർ സിഫത്തായിട്ട് കേട്ടോ.
ലി സുക്കൂനിഹ ജാർ മജ്റൂർ ലാം തഅലീലക്കായിട്ട് ഹ എന്നുള്ളത് മുലാഫിലൈഹി വ സുക്കൂനി എന്നുള്ള അത്തഫ് ബാദഹ എന്നുള്ള ദർഫ് വലിൽ ഇസ്നൈൻ ജാർ മജ്റൂർ ഖബർ മുഖദ്ദം ഇൽരിബാനി എന്നുള്ള തഖൂലു അവിടെ കാണട്ടോ. അതുപോലെ തന്നെ തഖൂലു ലിൽ ഇസ്നൈനി ഇൽരിബാനി ഇസ്നൈനിക്ക് ഇൽരിബാനിയും അപ്പോൾ ഖബറായിട്ട്. വലിൽ ജമാഅത്തി ജാർ മജ്റൂർ ഖബർ മുഖദ്ദം ഇൽരിബാനി എന്നുള്ളത് മുതമഖറായിട്ട്. ഫതദ്ഖുലു എന്നുള്ളത് ഫീല് ഹാദിഹിൽ അലിഫു എന്നുള്ളത് ലമീർ ഹാദിൽ അലിഫു എന്നുള്ളത് ഫായില് ഹാദി ഇഷാറത്തായിട്ട് അല്ല ഹാദിൽ അലിഫു എന്നുള്ളത് അതിൻ്റെ ദുഹുലിൻ്റെ ഫായില് ലി തഫ്സീല് ലാമു തഅലീൽ തഫ്സീല് ജാർ മജ്റൂർ ബൈനൻ നൂനാത്ത് എന്നുള്ളത് ദർഫായിട്ട് നൂനാത്ത് എന്നുള്ളത് മുലാഫിലൈഹി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞത് തെക്കില നൂന് ഖഫീഫായ നൂന് അതിൽ തെക്കില നൂന് ഖഫീഫായ നൂനാണ് എന്ത് ഫീലിനെ തെക്കിത് ചെയ്യാൻ വരിക. അത് മുസ്തഖ്ബില അമ്ര നഹ്യ് ഇസ്തിഫാമ് ദുആ നഫി ഖസം ഷർത്തിലൊക്കെ പ്രവേശിക്കും. അത് എൽരിബന്ന എൽരിബാനി എൽരിബുന്ന എൽരിബിന്ന എൽരിബാനി എൽരിബിനാനി എന്നൊക്കെയാണ്. അതിന് ഓരോ നിയമങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.